ചേട്ടാ, ഈ AI പഠനം എന്ന് വെച്ചാൽ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂ ഏജ് കരിയറാണ്. നമ്മുടെ IT ക്ലസ്റ്ററിനകത്ത് വരുന്ന ഒരു ജോബാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് പഠിക്കാൻ യോഗ്യത വരുന്നത് +2 നമ്മൾ മാത്സ് കമ്പൽസറി ആയിട്ട് എടുത്തിട്ട് ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുത്തിട്ട് MTech ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഈ ബിടെക് കഴിഞ്ഞിട്ട് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സസ് നമുക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്താണ് കൂടുതലായിട്ട് പഠിക്കുന്നത്? ഇപ്പൊ ജാവ, അപ്പാച്ചെ, ഹഡൂപ്പ്, ആർ പ്രോഗ്രാമിംഗ്, ബിഗ് ഡേറ്റ അനാലിസിസ്, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രമുഖരായിട്ടുള്ളത് നമുക്ക് ആൻഡ്രൂ നിഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലാൻഡിംഗ് AI-യുടെ സ്ഥാപകനാണ്. അതുപോലെ തന്നെ ഡെനിസ് ഹസാബിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡീപ് മൈൻഡിന്റെ സ്ഥാപകനാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവര് ഇതിനകത്ത് ഓൺടർപ്രൂണർഷിപ്പ് നമുക്ക് പഠിച്ചിറങ്ങിയിട്ട് ഒരു നോട്ട് ജസ്റ്റ് ആസ് എൻ എംപ്ലോയി ബട്ട് ആസ് എൻ ഓൺടർപ്രൂണർ നമുക്ക് ജോലി സാധ്യതകൾ ഉണ്ടാവുന്നതാണ്. അപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങൾക്ക് പറ്റുന്നതാണോ എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ സൈക്കോമെട്രിക് കൺസൾട്ടേഷൻ എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ എന്നെ വിളിക്കുക. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ്. സൂരജേട്ടൻ കൂടെ.